നമസ്കാരം. ലാൻഡിങ്ങിന് പിന്നാലെ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടി യുവാവിന്റെ സാഹസം. ഇന്ന് പുലർച്ചെ ഷാർജ ചെന്നൈ എയർ അറേബ്യ വിമാനത്തിലായിരുന്നു സംഭവം. വിമാനം ചെന്നൈ രാജ്യാന്തര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത് ടാക്സി വേയിലൂടെ വിമാനം നീങ്ങുന്നതിനിടയിലായിരുന്നു സംഭവം. ഇതേ തുടർന്ന് വിമാനത്താവളത്തിലെ പ്രധാന റൺവേ താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തു. വിമാനത്താവള ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് വിമാനം ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം നടന്നത്. പ്രധാന റൺവേയിൽ നിന്ന് പുറത്തു കടന്ന വിമാനം പൂർണ്ണമായി നിർത്തുന്നതിന് മുൻപ് ടാക്സി വേയിലൂടെ സാവധാനം നീങ്ങുമ്പോഴായിരുന്നു ഇത്. ഷാർജയിൽ നിന്നുള്ള G9-471 വിമാനം പുലർച്ചെ 3:23 ചെന്നൈയിൽ ലാൻഡ് ചെയ്തത്. വിമാനം ടാക്സി വേയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കെ പുലർച്ചെ 3:25 പുതുക്കോട്ട് സ്വദേശിയായ മുഹമ്മദ് ഷെരീഫ് മുഹമ്മദ് നജ്മീൻ എമർജൻസി വാതിൽ തുറന്ന് പുറത്തേക്ക് ചാടുകയായിരുന്നു. യാത്രക്കാരൻ്റെ ഈ അപ്രതീക്ഷിത പ്രവൃത്തി വിമാനത്തിനുള്ളിൽ പരിഭ്രാന്തി പരത്തുകയും ഉടനടി സുരക്ഷാ നടപടികൾക്ക് കാരണമാവുകയും ചെയ്തു. ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു സംഭവം നടന്നതായും സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: വിമാനം സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം പുറത്തേക്ക് ചാടിയത്. ഈ സംഭവത്തിൽ ആർക്കും ജീവഹാനിയോ വിമാനത്തിന് കേടുപാടുകളോ സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. സംഭവം നടന്നത് പ്രധാന റൺവേയിലല്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിമാനത്താവള അധികൃതരിൽ നിന്നും ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് യാത്രക്കിടെ ഇയാൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം. തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുവെന്ന് ഇയാൾ പരാതിപ്പെട്ടിരുന്നു. വിമാനത്തിനുള്ളിൽ വെച്ച് 2 തവണ ഛർദ്ദിച്ചതായിട്ടാണ് വിവരം. ഇയാളുടെ ശാരീരികാവസ്ഥയാകാം ഇത്തരമൊരു പ്രവൃത്തിയിലേക്ക് നയിച്ചതെന്നാണ് അധികൃതർ നൽകുന്ന പ്രാഥമിക വിവരം. സംഭവത്തിന് തൊട്ടു പിന്നാലെ പൈലറ്റ് ഗ്രൗണ്ട് സെക്യൂരിറ്റിക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥർ വേഗത്തിൽ ഇടപെട്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഇയാളെ പോലീസിന് കൈമാറുകയായിരുന്നു. ഈ സംഭവം വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ അല്പനേരത്തേക്ക് തടസ്സപ്പെടുത്തി. മുൻകരുതൽ നടപടി എന്ന നിലയിൽ പുലർച്ചെ 3:23 4:23 ഇടയിൽ പ്രധാന റൺവേ അടച്ചിട്ടതായും ആ സമയത്ത് വിമാനങ്ങൾ സെക്കൻഡറി റൺവേയിലേക്ക് തിരിച്ചുവിട്ടതായും അധികൃതർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങേറ്റം ആശങ്കയുണ്ടാക്കുന്ന സംഭവമായിരുന്നു ഇതെങ്കിലും വിമാനത്തിന് കേടുപാടുകളോ മറ്റ് യാത്രക്കാർക്ക് പരിക്കുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം 1 മാസം മുൻപും സമാനമായ രീതിയിൽ ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. വാരണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചായിരുന്നു ആ സംഭവം. വിമാനം ലാൻഡ് ചെയ്യാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ യാത്രക്കാരൻ പെട്ടെന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് വാരാണസിയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ഈ സംഭവം. ഉത്തർപ്രദേശിലെ മൗ ജില്ലക്കാരനായ മുഹമ്മദ് അദ്നാനാണ് അന്ന് വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. ലാൻഡിങ്ങിന് മിനിറ്റുകൾക്ക് മുൻപ് യുവാവ് ഇൻഡിഗോ വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് വാതിൽ തുറക്കാൻ ശ്രമിച്ചത് യാത്രക്കാരിൽ പരിഭ്രാന്തി ഉണ്ടാക്കി. തന്നെ പ്രേതം പിടിച്ചുവെന്നായിരുന്നു പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ പറഞ്ഞത്. യാത്ര തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഇത് ശ്രദ്ധിച്ച ക്യാബിൻ ക്രൂ ഇയാളെ തടയാൻ ശ്രമിച്ചപ്പോൾ തനിക്ക് അബദ്ധം പറ്റിയതാണെന്നായിരുന്നു ഇയാളുടെ ആദ്യ മറുപടി. കർശന മുന്നറിയിപ്പ് നൽകി ഇയാളെ സീറ്റിലിരുത്തുകയും ചെയ്തു. പിന്നെ ഏറെ നേരം ശാന്തനായിരുന്ന അതിനാൽ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. വാരണസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇയാൾ വീണ്ടും എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് വിമാനം വെറും 500 അടി മാത്രം ഉയരത്തിലായിരുന്നു. ക്രൂ വിവരം പൈലറ്റിനെ അറിയിച്ചതോടെ ലാൻഡിങ്ങിന് ഒരുങ്ങാതെ ആകാശത്ത് ഒരു വട്ടം കൂടി ചുറ്റിയ ശേഷം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇയാളെ ഉടൻ തന്നെ ജീവനക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും CASFനും കൈമാറി. ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ഒന്നും അറിയില്ലെന്ന് പ്രതികരിച്ച ഇയാൾ തന്നെ പ്രേതം പിടിച്ചെന്നായിരുന്നു പിന്നീട് പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിൽ ഗോവയിലെ വിനോദയാത്രയ്ക്ക് ശേഷം മടങ്ങിയായിരുന്നുവെന്നും താൻ വലിച്ച വാതിൽ എമർജൻസി എക്സിറ്റ് ആണെന്നറിയില്ലായിരുന്നുവെന്നുമായിരുന്നു ഇയാളുടെ മറുപടി. ഇയാൾക്കെതിരെ കേസെടുത്തതായും പോലീസ് പിന്നീട് അറിയിച്ചിരുന്നു.